ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എന്നത്തെയും പോലെ ഞാൻ കച്ച കെട്ടി ഫിഷ് കട്ടിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇന്നൊരു പറ്റിക്കപ്പെട്ട ദിവസമായിരുന്നു ഗൈസ്. കാരണം ഈ മീനിനെ കണ്ട സമയത്ത് എനിക്കിത് വാമീനാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ശ്യാമേട്ടനോട് ചോദിച്ചു, ഈ വാമീൻ എല്ലാവരും വാമീൻ തന്നെയാണോ പറയുക, വാമീൻ ഇംഗ്ലീഷിൽ എന്താ പറയുക എന്നൊക്കെ ചോദിച്ച് ശ്യാമേട്ടൻ പറഞ്ഞു അതിന് വാമീൻ്റെ പേര് ഇന്ത്യൻ സാൽമൺ ആണെന്ന്. അങ്ങനെ ഞാൻ കട്ടിങ്ങിലേക്ക് കടന്ന്, പക്ഷേ ഈ മീനിൻ്റെ പുറത്ത് കത്തി വെച്ചപ്പോഴേ എനിക്ക് തോന്നി കാര്യം ഇത് ഇന്ത്യൻ സാൽമൺ അല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഈ വാമീൻ എന്ന് പറയുന്ന മീൻ ഇങ്ങനെയല്ല. ഞാൻ വിചാരിച്ചു ഇനി ഇന്ത്യൻ സാൽമണിൻ്റെ ജാരസന്തതിയാണോ എന്ന് വരെ ഞാൻ സംശയിച്ചു പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കത്തി തട്ടിയപ്പോൾ ഇതൊരു പഴം പുഴുങ്ങിയതുപോലെ കളിക്കുന്നുണ്ട്. സാധാരണ വാമീൻ അങ്ങനെയല്ല, നല്ല സ്ലൈസായിട്ട് നമുക്ക് കണ്ടില്ല, ഈ മീൻ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത് പോലെ. ഇതിൽ കത്തി തട്ടുന്ന സമയത്ത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു മുള്ളുകളും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ഞാനിത് നല്ല രീതിക്ക് തന്നെ കറി വെച്ചു. അപ്പോൾ ശ്യാമേട്ടൻ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഇത് ഇന്ത്യൻ സാൽമൺ അല്ല, ഇത് വാമീനല്ല, ഇതിൻ്റെ ഉള്ളിൽ നിറയെ മുള്ളുണ്ട്. ഫ്ലഷൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഉള്ളിൽ നിറയെ കുഞ്ഞു കുഞ്ഞു മുള്ളുണ്ട് എന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ലുക്ക് കണ്ട് ആരെയും അങ്ങനെ വിലയിരുത്താൻ പാടില്ല എന്ന്. കാണാൻ ഇത് ഇന്ത്യൻ സാൽമൺ പോലെ തന്നെയുണ്ട്, പക്ഷേ ഒരു ദിവസം ഒറിജിനൽ ഇന്ത്യൻ സാൽമൺ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്ത് കറി വെച്ച് കാണിച്ചു തരും. അപ്പോൾ ലുക്ക് കണ്ട് നമ്മൾ ആരെയും വിലയിരുത്തുക. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ലുക്കിനൊത്ത വർക്ക് ഈ മീനിനില്ലെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ആ വാമീൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ടേസ്റ്റ് ഇല്ല. എന്തായാലും വേണ്ടിയില്ല, ഞാൻ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് വെച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തായാലും കഴിക്കും. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും.